പാലക്കാട് നിന്നും VS ഗോകുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, പാലക്കാട് എന്താണ് സ്ഥിതി? പാലക്കാട് ഇപ്പോൾ നിലവിൽ ഇന്നലെ രാത്രി മുതൽ മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. പ്രധാനമായും നഗരമേഖലകളിൽ താരതമ്യേന മഴ കുറവാണ്. ഇവിടെ പൂർണ്ണമായും തന്നെ ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ മഴ വിട്ടു നിൽക്കുകയാണ്. രാവിലെ കുറച്ച് മഴ പെയ്തു എങ്കിലും നിലവിൽ മഴ മാറി നിൽക്കുന്ന സ്ഥിതിയാണ്. നേരെ മറിച്ച് വടക്കഞ്ചേരി മേഖലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഒറ്റപ്പാലം മേഖലയിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മറ്റ് പൊതുവെ പരക്കെ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇങ്ങനെ വെള്ളം കയറിയതായിട്ടുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല. പ്രധാനമായും ഉള്ള ഗായത്രി പുഴയായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പുഴകളൊക്കെ മുക്കൈ പുഴയായിക്കോട്ടെ അവിടെ നിന്നൊന്നും തന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ എവിടെയും ലഭിച്ചിട്ടില്ല. ഇനി ഇന്നലത്തെ രാത്രി എവിടെയെങ്കിലും ശക്തമായ മഴ പെയ്ത മേഖലകളിൽ എവിടെയെങ്കിലും വെള്ളം കയറിയിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളും ലഭ്യമാകുന്നതേ ഉള്ളൂ. ഏതായാലും പ്രാഥമികമായും അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. ഇന്നലെ ഒരു വലിയൊരു അപകടം പാലക്കാട് ഉണ്ടായിരുന്നു. 2 പേർ വെള്ളച്ചാട്ടത്തിൽപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിലൊരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായി. മറ്റൊരാൾ സുരക്ഷിതനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നും ഈ വിനോദസഞ്ചാര മേഖലയിലേക്കും വെള്ളച്ചാട്ടത്തിലേക്കും ഒക്കെ തന്നെ പോകാൻ നിയന്ത്രണമുണ്ട്. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് ആരും പോകാതിരിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നമുക്ക് നൽകാനുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കാരണം ഇങ്ങനെ ഒരു മഴ പെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു അവധി ഏതായാലും ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായ ഒരു കാര്യം സമീപ ജില്ലകളിലടക്കം ശക്തമായ മഴയുണ്ട്. അതോട് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ പ്രധാനമായും പല മേഖലകളിലും അല്ലെങ്കിൽ ചില അട്ടപ്പാടി പോലുള്ള മലയോര മേഖലകളിലൊക്കെ തന്നെ സ്ഥിതി രൂക്ഷമാകാനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ പാലക്കാട് ജില്ലയിൽ വലിയ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. ആശ്വാസകരമാണ് പാലക്കാട് ജില്ലയുടെ കാര്യത്തിൽ. എവിടെയും വെള്ളക്കെട്ടോ മറ്റു ദുരിതങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഗോകുൽ പങ്കുവയ്ക്കുന്ന വിവരം. ഇനി സ്നേഹമോൾ നയനാനുണ്ട്, ആലുവയിലാണ് ഉള്ളത്. ആലുവ ശിവക്ഷേത്രം മഴയിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. സ്നേഹ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മൂത്തി എറണാകുളം ജില്ലയിൽ നിലവിൽ നേരിയ തോതിലുള്ള മഴയാണുള്ളത്. പക്ഷേ ചിലയിടങ്ങളിലായി, അതായത് ഈ ഫോർട്ട് കൊച്ചി, ചെല്ലാനം തുടങ്ങിയ ഇടങ്ങളിലായി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മഴയുണ്ട്. പക്ഷേ കാര്യമായ കടൽക്ഷോഭവും ഒന്നുമില്ല. പക്ഷേ 11 മണിയോടുകൂടി തന്നെ കടൽക്ഷോഭം ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ ശിവക്ഷേത്രത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. കാരണം ഇന്നലെ എറണാകുളം ജില്ലയിൽ അങ്ങനെ തീരെ മഴയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ വെള്ളം ഇറങ്ങി തുടങ്ങി. പക്ഷേ ഇപ്പോൾ വെള്ളം വീണ്ടും പഴയപടി തന്നെ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിൽക്കുന്ന സ്ഥലം, അതായത് ഈ കാണുന്ന സ്ഥലത്തൊന്നും ഇന്നലെ ഇറങ്ങാൻ വയ്യാത്ത വിധത്തിലായിരുന്നു. അതായത് ഇവിടെ ഇങ്ങനെ ഒരു പടി ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിരുന്നു. പക്ഷേ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇറങ്ങിയ വെള്ളം വീണ്ടും തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. പെരിയാറിൻ്റെ ജലനിരപ്പ് ഉയർന്നു തന്നെയാണുള്ളത്. തൊടുപുഴയാറും മൂവാറ്റുപുഴയാറും ജലനിരപ്പ് അതേപടി തന്നെയാണുള്ളത്. ഏതായാലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലയിലെ മലയോര മേഖലയായ കോതമംഗലത്തൊക്കെ തന്നെ പൂയംകുട്ടിപ്പുഴ കരകവിഞ്ഞൊഴുകിയിരുന്നു. മണികണ്ഠചാൽ ചപ്പാത്ത് വെള്ളത്തിനിടയിലായിരുന്നു. അങ്ങനെ പല ആദിവാസി ഊരുകളും ഒറ്റപ്പെടുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ പോയിരുന്നു. പക്ഷെ ഇന്നലെ ആ അവസ്ഥയൊക്കെ തന്നെ മാറിയിരുന്നു. ഇന്നലെ 11 മണിയോട് കൂടി തന്നെ തീരദേശ മേഖലയിലും, അതായത് ചെല്ലാനത്തൊക്കെ തന്നെ കടൽക്ഷോഭവും വെയിലേറ്റവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരത്തോടു കൂടി തന്നെ ഏകദേശം ഏറെക്കുറെ ശാന്തമായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രിയിൽ ഇടവിട്ട് ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇറങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ മലങ്കര ഡാമിൻ്റെ ഷട്ടർ ഉയർത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മൂവാറ്റുപുഴ അടക്കമുള്ള പല പ്രദേശങ്ങളിലേക്കും വെള്ളം കയറും. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ, ഇലാഹിയ നഗറിലും കൊച്ചങ്ങാടിയിലുമൊക്കെ വെള്ളം കയറിയിരുന്നു. അവിടെയും വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ രാവിലെ വെള്ളം തിരിച്ച് കയറുകയാണ് എന്നാണ് അവിടുത്തെ പ്രദേശവാസികളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നേരിയ തോതിൽ മഴയുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയും ചെയ്യും. ഏതായാലും ആകമാനം ജില്ലയിൽ 7 ക്യാമ്പുകളാണ് തുടങ്ങിയിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ 4, കോതമംഗലത്ത് 2, അതോടൊപ്പം തന്നെ കുന്നത്തുനാട് 1. അങ്ങനെയാണ് ഈ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത്. പക്ഷേ ഇനി ആവശ്യമായ ഘട്ടത്തിൽ കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങുമെന്നത് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്.